അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീടിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷെഫി ഉസ്താദ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഷെഫി ഉസ്താദ് ഓർത്തത്. കാരണം മറ്റൊന്നുമല്ല, റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് അവൾക്ക് എന്നോടും, അതും എൻ്റെ ഉസ്താദിൻ്റെ നിരന്തരമുള്ള ആ ഒരു സംസാരത്തിൽ ഞാനങ്ങ് വീണുപോയി എന്ന് തന്നെ പറയാം. ആദ്യമേ ഞാൻ മൗലിദിന് പാരായണത്തിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഉസ്താദ് എന്നെ ദർസ് പഠിപ്പിക്കുമ്പോൾ എന്നോട് പറയും, മോനെ ഷെഫി, എൻ്റെ കുട്ടിയെ ഞാൻ അന്നെക്കൊണ്ട് കെട്ടിച്ചു തരും, ഈ മിടുക്കനാണ്. എല്ലാ കുട്ടികളെക്കാളും ഒന്നുകൂടി അച്ചടക്കവും സ്വഭാവവുമുള്ള ഷെഫി ഉസ്താദ്. എല്ലാ പാഠഭാഗങ്ങളും പഠിക്കുവാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞ് ബാക്കി എന്തിനും നിൽക്കുകയുള്ളൂ. അത്രക്കും മിടുക്കനായൊരു കുട്ടിയായിരുന്നു ഷെഫി ഉസ്താദ്. അതുമാത്രമല്ല, കിതാബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആൻ പാരായണത്തിലും അധികം മിടുക്കനായിരുന്നു അവൻ. ഉസ്താദ് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം വേഗത്തിൽ മനഃപ്പാഠമാക്കി ഉസ്താദിനത് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഉസ്താദിന് വളരെയധികം പ്രിയപ്പെട്ട ശിഷ്യനായി മാറുകയായിരുന്നു ഷെഫി ഉസ്താദ്. അപ്പോഴെല്ലാം ഷെഫി ഉസ്താദ് പറയും, മോനെ ഷെഫി, അത് എൻ്റെ വീട്ടിലെ മരുമകനായിട്ട് മോന് വരണം കേട്ടോ. ഉസ്താദ് തമാശ പറയുമ്പോൾ ഷെഫി ഉസ്താദ് തല താഴ്ത്തി പുഞ്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഷെഫി ഉസ്താദിനെ ചെറുപ്പം മുതൽ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കും. അന്നെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉസ്താദ് പറയുമായിരുന്നു, മോനെ ഷെഫി, ഇതാണ് നിൻ്റെ മണവാട്ടി കേട്ടോ. വർഷങ്ങൾ കടന്നുപോയി. ഷെഫി ഉസ്താദ് ദർസ് പഠനം കഴിഞ്ഞ് അവിടെ തന്നെ മദ്രസയിൽ ജോലിക്ക് കയറി, പള്ളിയിലും കയറി. ഉസ്താദിൻ്റെ മകളാണെങ്കിൽ അവളും അങ്ങനെ തന്നെ വലിയ കുട്ടിയായി. 10ാം ക്ലാസ് കഴിഞ്ഞു, +1, +2, ഡിഗ്രി അങ്ങനെയായി. എന്താണെന്നറിയില്ല, പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് ഫർസാനയോടുള്ള മുഹബത്ത് ഉസ്താദിൽ കൂടിക്കൂടി വന്നു. അങ്ങനെ അവളെ ഒരു ദിവസം കാണുവാനിടയായി. അത് പിന്നീട് അങ്ങോട്ട് മനസ്സിലേക്ക് വല്ലാതെ കയറി കഴിഞ്ഞു. അവൾക്കും അങ്ങനെ തന്നെ. ഷെഫി ഉസ്താദ് എന്ന് വെച്ചാൽ അവൾക്കും ജീവനായി മാറി അവൻക്കും അങ്ങനെ തന്നെ. അങ്ങനെയാണ് ആ ബന്ധം തുടങ്ങുന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അവളുടെ മുമ്പിൽ ഒരു ഹിന്ദു യുവാവ് പെടുകയും അവനുമായി അവൾ പ്രണയത്തിലാവുകയും ഷെഫി ഉസ്താദിനെ പാടെ മറക്കുകയും ചെയ്യുകയായിരുന്നു. ഷെഫി ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് ശല്യപ്പെടുത്തരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം ഞാൻ തിരഞ്ഞെടുക്കും. അതിലാരും എതിര് പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ദയവായി നിങ്ങൾ നാളെ മുതൽ എന്നെ കാത്തുകൊണ്ട് നിൽക്കരുത്. നെഞ്ചിൽ തറക്കുന്ന ക്രൂരമ്പ് പോലുള്ള ആ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറി എന്ന് മാത്രമല്ല, വല്ലാത്തൊരു അവസ്ഥയായി മാറി. തന്നെ എന്നേക്കുമായി അവൾ ഉപേക്ഷിച്ചു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുകയായിരുന്നു ഷെഫി ഉസ്താദിന്. അന്ന് ഷെഫി ഉസ്താദ് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു വാർത്തയും എത്തിയത്. പള്ളിത്തെ ഉസ്താദിൻ്റെ മോള് ഫർസാനെ കാണുന്നില്ല. അത് കേട്ടപ്പോൾ അതുവരെയും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്ന ഷെഫി ഉസ്താദ് ഞെട്ടിത്തെറിച്ചു പോയി. ആ രാത്രിയിൽ ഷെഫി ഉസ്താദിന് ഉറക്കം വന്നില്ല. അപ്പോഴായിരുന്നു ഷെഫി ഉസ്താദ് ആ പാട്ട് പാടിയത്. ഫർസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ, മറ്റൊരു മണിയറ തന്നിൽ മാരനോടൊത്ത് കഴിഞ്ഞോ. അന്ന് വേദനയോടെ തൻ്റെ പ്രിയപ്പെട്ട ഫർസാനിയെ ആലോചിച്ച് പാടിയ ഉസ്താദിന് ഇപ്പോഴും അതേ ഗതിയാണ് വന്നിരിക്കുന്നത്. അതെ, താൻ നിക്കാഹ് കഴിച്ച തൻ്റെ ഭാര്യ, അവൾക്ക് എല്ലാം ഞാൻ സമ്മാനിച്ചു. എന്നിട്ട് പോലും അവൾക്ക് എന്നോടല്ല ഇഷ്ടം, മറ്റാരോടെയാണ്. അല്ലാ, എന്താ എൻ്റെ ജീവിതം എങ്ങനെ എനിക്കറിയുന്നില്ല. അല്ലാ, എനിക്ക് ഒരു പക്ഷേ ദുനിയാവിൽ ഒരു മണിയറ സന്തോഷത്തോടു കൂടി ഉണ്ടാവില്ലായിരിക്കും. എനിക്ക് എൻ്റെ മണിയറ ഖബറിലായിരിക്കും. ദുനിയാവിൽ അങ്ങനൊരു ജീവിതം എനിക്കില്ല. ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടപ്പെട്ട 2 പെൺകുട്ടികളും അതേ സ്ഥിതി തന്നെയാണ്. ഫർസാന, അവൾ എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ. എന്നാൽ ഇപ്പോഴിതാ സീനത്ത്, അവൾക്കും മറ്റൊരു ബന്ധമുണ്ട്. എന്നോട് അവൾ സഹകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പല കളവും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വേണ്ട. ദുനിയാവിൽ ഒരു പെണ്ണും എനിക്ക് വേണ്ട.
ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ആരും സ്നേഹം തരുകയില്ല. അവരെല്ലാം എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഷെഫി ഉസ്താദ് സങ്കടപ്പെട്ടു. പഠിച്ചോനെ, അവൻ നേരെ അതാ പള്ളിയിലേക്ക് പോവുകയാണ്. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. ആ ഖബറിനരികിലൂടെ അവൻ നടക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിനരികിലും അവൻ എത്തുന്നു. പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പ പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പാൻ്റെ ആഗ്രഹം പോലെ ഒരു ഉസ്താദാകണം എന്നായിരുന്നു ആഗ്രഹം. അൽഹംദുലില്ലാ, ഞാനായി ഉപ്പ. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിലല്ല, അറേബ്യയിലെ കുട്ടികൾക്കാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഖുർആനും ഹദീസുമെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. പെട്ടെന്നാണ് ഷെഫി ഉസ്താദ് കിളച്ചിട്ട ആ ഖബർ നോക്കുന്നത്. അല്ലാ, ഈ ഖബർ ആർക്ക് വേണ്ടിയായിരിക്കും? ഷെഫി ഉസ്താദ് ആകെ സങ്കടപ്പെട്ടു. അല്ലാ, ദുനിയാവിൽ പഠിച്ചോനെ, എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ല. എല്ലാ പെണ്ണും എന്നെ ഉപേക്ഷിക്കുകയാണ്, എന്നെ ചതിക്കുകയാണല്ല. ആർക്കും എന്നെ ആവശ്യമില്ല. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളെല്ലാം മറ്റാളുകളെ തേടുകയാണ്. റബ്ബേ, ദുനിയാവിൽ എനിക്കൊരു ദാമ്പത്യ ജീവിതം, സന്തോഷകരമായ ജീവിതം എനിക്ക് നീ തന്നില്ല. ഷെഫി ഉസ്താദ് തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ ഓർത്തു, എന്തൊക്കെ തന്നെയാലും ദുനിയാവ് ശാശ്വതമല്ലല്ലോ, അതൊക്കെ പെട്ടെന്ന് നശിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനില്ല. ദുനിയാവ് കുറച്ച് കാലത്തെ ജീവിതമാണ്, അത് കഴിഞ്ഞ് ഞാൻ പോകും എൻ്റെ ഉപ്പയുടെ അരികിലേക്ക്. അന്നെനിക്ക് എൻ്റെ ഉപ്പ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, തനിക്ക് മണിയർ ഒരുക്കിക്കൊണ്ട്. ഉപ്പാൻ്റെ കുട്ടിക്ക് ദുനിയാവിൽ ഒന്നും സന്തോഷം കിട്ടിയിട്ടില്ലപ്പ, ഒരു പെണ്ണിൻ്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷാ അല്ലാ വരും ഉപ്പയുടെ അരികിലേക്ക് വൈകാതെ, ഒരു മണവാളനായിട്ട്. ഷെഫി ഉസ്താദ് തേങ്ങിക്കൊണ്ട് പാടി. വെള്ളി ലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ് പൂശി തന്നിടണം, 6 കാല് തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം, ആരവമായി കലിമത്തിൻ മാധുരിയൊന്ന് മുഴങ്ങേണം. അല്ലാ, എന്നെ മയ്യത്ത് കട്ടിലിട്ട് കൊണ്ടുപോകുമ്പോൾ പടച്ച റബ്ബേ, അതിൻ്റെ മണിയറയിലേക്കുള്ള ഒരുക്കമായിരിക്കും റബ്ബേ. എൻ്റെ മണിയറ എൻ്റെ മണ്ണറയായിരിക്കും. ഷെഫി ഉസ്താദ് മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുന്നു. വിതുമ്പുന്ന മനസ്സുമായി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് പോകുവാൻ തോന്നുന്നില്ല. സീനത്ത് അവൾ കാര്യമായിട്ടൊന്നും എന്നോട് പറയുന്നില്ല, മിണ്ടുന്നില്ല. അല്ലാ, ഞാൻ എന്താ ചെയ്യുക? അവളെ ഞാൻ ഉപേക്ഷിച്ചാലും ഇനി എനിക്ക് ഏത് പെണ്ണ് കിട്ടിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരിക്കൽ പോലും ദുനിയാവിലെ പെണ്ണുങ്ങൾ എനിക്ക് വിശ്വാസമില്ല. അല്ലാ, 2 എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയത്. അവൾ ഉപേക്ഷിച്ചാലും എനിക്ക് ഷെഫി ഉസ്താദിന് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷം വിചാരിച്ചു പോയി, ഗൾഫിൽ തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ എന്ത്? തൻ്റെ മണിയറയിലേക്ക് കടക്കുമ്പോൾ അവളുടെ ആ ഒരു വീർത്ത മുഖം കാണണം. അവളെപ്പോഴും തിരിഞ്ഞു കിടക്കും. എന്ത്, ജസ്റ്റ് എന്നൊന്ന് സ്പർശിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും അവളുടെ ദേഷ്യം. പഠിച്ചവനെ, എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ഒന്നും അറിയുന്നില്ല. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് ആരും ഇല്ലാതായിത്തീരും. പിന്നെ എന്നെ കാത്തിരിക്കുന്ന ആ അറബി കുടുംബം, അവരാണെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെയും വിഷമിപ്പിക്കാൻ വയ്യ, ആരെയും വിഷമിപ്പിക്കാൻ വയ്യ. ഞാൻ എന്താ റബ്ബേ ചെയ്യുക? അന്ന് ഉമ്മ ചായയും കൂടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷെഫി ഉസ്താദും കൂടെ ഇരുന്നു. ഉമ്മ, ഈ ദുനിയാവുമ്മ ഭയങ്കര മോശമാണല്ലുമ്മ. എന്താ മോനെ അങ്ങനെ പറയുന്നത്? അല്ലേ, ദുനിയാവ് എന്ന് വെച്ചാലുമ്മ അത് ഭയങ്കര എന്നെക്കൊണ്ട് കഴിയണില്ല. മോനെന്താ പറയണത്? ദുനിയാവിൽ സന്തോഷം സുഖവും കിട്ടാത്തത് ഉമ്മ ഞാനായിരിക്കുമല്ലേ? എന്താ മോനെ അങ്ങനെ പറയണത്? ഉമ്മ, ഞാൻ ഉമ്മയുടെ കാര്യം തുറന്ന് പറയാണ്. ഇനിയൊന്നും ഞാൻ മറച്ചു വെക്കണില്ല. ഉമ്മ, സീനത്ത് എനിക്കൊരിക്കലും അവളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല.
അവൾ മോനെ നീ എന്താടേ പറയുന്നത്? അതെ ഉമ്മ, അവളൊരിക്കലും എനിക്ക് യോജിച്ച പെണ്ണല്ല. മോനെ നീ അങ്ങനെ പറഞ്ഞാലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പാക്കാം. എൻ്റെ ഇഷ്ടം പോലെ കേട്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയല്ല. പക്ഷേ ഇങ്ങനൊരു പെണ്ണ് കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ആണുങ്ങൾക്കൊന്നും പെണ്ണ് കിട്ടാത്ത കാലമാണ് മോനെ. ഉമ്മ, അവളുടെ മനസ്സിൽ വേറെ ആരൊക്കെയുണ്ട്. ഒരിക്കലും എന്നെ അവൾ ഇഷ്ടപ്പെടുന്നില്ല, എന്നോട് സഹകരിക്കുന്നില്ല. ഞാൻ എന്തോ ഉമ്മ ചെയ്യാം? മോനെ, പരിഹാരം ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ. ഒന്നും കൂടി അവളെ ബാപ്പാനൊക്കെ വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് ഒന്നും കൂടി നോക്കാം. ഒന്ന് നോക്കണേനെന്താ ഉമ്മ? ഒരാൾ മനസ്സിലുണ്ടെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം ഉണ്ടാവില്ല. അവളുടെ മനസ്സിൽ ആരൊക്കെയാണ്? അത് എനിക്കൊരിക്കലും അത് കഴിയണില്ല ഉമ്മ. അവളുടെ ആ സ്വഭാവം, എന്നോടുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പ്രശ്നമൊക്കെ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ സത്യമായിട്ടും ഞാനും അവൾ ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല. മോനെ ഉറപ്പിച്ചോ നീയെ? പഠിച്ചോനെ, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ ഓളെ. ഈ സമയം അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ സീനത്ത് അങ്ങോട്ട് വന്നു. മോളെ സീനത്തെ. ആ എന്തുമ്മ? പൊന്നു മോളെ, മോൻ ഷെഫി പോകാൻ 10-15 ദിവസം കഴിഞ്ഞുള്ളൂ, 1 മാസം നിൽക്കണുള്ളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെന്താ ഓൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ഓനക്ക് എൻ്റെ കൂടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നൊക്കെ. ഓഹോ, അങ്ങനെ പറഞ്ഞില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉമ്മാൻ്റെയും മോൻ്റെയൊക്കെ നാടകം. അവൾ ഉറക്കെ കരയുന്ന പോലെ അഭിനയിക്കുകയാണ്. ആയിക്കോട്ടെ. അവൾ നെഞ്ചത്തടിക്കുക തുടങ്ങി. എനിക്ക് മനസ്സിലായിക്കണ് അമ്മായിൻ്റെ വീട്ടിക്ക് ആ പോക്കും അവിടെ ഹെന എന്നുള്ള മോളും ഓലുള്ള സംസാരവും നിങ്ങൾ കെട്ടിക്കാൻ തീരുമാനിച്ചതും ഒക്കെ എനിക്ക് മനസ്സിലാകായിട്ടില്ല. എനിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓളെ കൊണ്ടാണ് കെട്ടിച്ചൂടേനോ? മോളെ ഈ എന്തേ പറയണത്? ഹനമോളോ? ആരാക്ക് പറഞ്ഞ എന്നോട്? അല്ല, ഞാൻ പറഞ്ഞ് കേട്ടതാണ്. ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടേനോ ഓളെന്നൊക്കെ. പിന്നെ കുടുംബത്തിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ. എനിക്കറിയാം ഷെഫി ഉസ്താദ് വലിയ ഉസ്താദാണല്ലോ, നല്ല സോലിഹായ മനുഷ്യൻ. എവിടെ ഹനമോളെ കണ്ടപ്പോൾ ഓളോട് ഭയങ്കര ചിരിയും കളിയും സംസാരവും. എനിക്ക് അപ്പളേ മനസ്സിലേക്കണ്. പെട്ടെന്ന് ഷെഫി ഉസ്താദ് അങ്ങോട്ട് കടന്നു വന്നു. സീനത്തെ, നീ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഹനമോളേറ്റ് നല്ല ബന്ധമാണ്, എനിക്ക് നന്നായിട്ടറിയാം. ഇന്നൊഴിവാക്കിയിട്ട് ഓളെ കെട്ടാനുള്ള പ്ലാനല്ലേ നിങ്ങൾക്ക്? നീ എന്തീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഷെഫി ഉസ്താദിന് ദേഷ്യമായിരുന്നു വന്നത്. നീ വേണ്ടാത്ത ഓരോന്നിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല. നിൻ്റെ വിഷയമാണ് ഇവിടെ പറഞ്ഞത്. നീയും ഞാനും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന്. ഷെഫി ഉസ്താദിൻ്റെ ആ വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. ഷെഫിക്ക, നിങ്ങൾ എന്തേ പറയണത്? അപ്പം എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ? ആയിക്കോട്ടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സീനത്തെ, നിന്നോട് ഞാൻ പല തവണകളായി പറഞ്ഞു, ആരെങ്കിലും ഒരാൾ നിൻ്റെ മനസ്സിൽ വെക്കാൻ പാടുള്ളൂ. 2 കൊണ്ട് ശരിയല്ല, ഒരാൾ. ഒന്നെങ്കിൽ ഞാൻ, ഒന്നെങ്കിൽ നെയ്യ്. എന്ത് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാമെന്ന്. പക്ഷെ നീ അത് പറഞ്ഞില്ല. ഷെഫിക്ക, എനിക്ക് നിങ്ങളെ മാത്രം മതി. അത് വെറുതെ തമാശക്ക് ഓരോന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. ഉറപ്പാണോ? സത്യമായിട്ടും അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. സത്യം ചെയ്യണം. എനിക്കൊരിക്കലും ഇങ്ങനെ ടെൻഷൻ പേറാൻ വയ്യ. പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ ഒരാളെയും പിടിച്ചു വെക്കണില്ല. അല്ലെങ്കിലും എൻ്റെ ജീവിതം അങ്ങനെ തന്നെ. ഞാൻ സ്നേഹം വാരിക്കോരി കൊടുക്കും, പക്ഷെ തിരിച്ച് ഒരു തരി സ്നേഹം ആരും എനിക്ക് തരൂല. പിന്നെ ഓരോരുത്തരുടെ കൂടെ പോയി അതും പറഞ്ഞു വെക്കും. മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്തൊക്കെയാണ് പറയണത്? എൻ്റെ കുട്ടി കരയല്ലേ? ഉമ്മ, കഴിയൂലമ്മ, മടുത്തു. ദുനിയാവിൻ്റെ മടുത്തു എനിക്ക്. സത്യമായിട്ടും എനിക്ക് നാട്ടിക്ക് ഞാൻ തിരിച്ചു പോവാണ്. ഇവിടെ നിന്നിട്ട് സമാധാനം നഷ്ടപ്പെടുകയാണ്. അവിടെ ആകുമ്പോൾ സമാധാനമായിരുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ? ഉമ്മ, സീനത്ത് അവൾ ആൾ ശരിയല്ല ഉമ്മ. അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇക്ക, ഷെഫീക്ക എന്തൊക്കെയാണ് എന്നെ കൊണ്ട് പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നല്ല. അവൾ കരയാൻ തുടങ്ങി. ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഷെഫി ആ കാര്യം പറഞ്ഞു. ഉമ്മ, ഇവളും പോയി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവൾ തികച്ചും വ്യത്യസ്തമാണ്. എനിക്കനുസരിച്ച് സ്വഭാവം കാര്യങ്ങളൊന്നും ഇവൾക്കില്ല. അതുമാത്രമല്ല, ഒരു മനുഷ്യനോടുള്ള പെരുമാറ്റം കാര്യങ്ങളെ ജസ്റ്റ് ഒരു
നല്ല സംസാരം വരെ അവളിനോട് സംസാരിച്ചിട്ടില്ല ഉമ്മ. എന്താ ഞാൻ ചെയ്യാം? ഇങ്ങനെ ഒരു ഭാര്യയെ എന്തിനാണ് എനിക്ക് വെച്ചുകൊണ്ടുവന്നിട്ട്? എന്നാൽ അവൾ വീണ്ടും അതാ കരയുവാൻ. ഷെഫിക്ക പ്ലീസ്, ഞാൻ കാല് പിടിക്കുക, എന്നെ ഒഴിവാക്കരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ആ പഴയ ബന്ധം പാടെ അങ്ങ് ഒഴിവാക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ ഉപ്പയും ആങ്ങളെയൊക്കെ സംസാരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ ബന്ധുവായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഷെഫി ഉസ്താദിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. മോനെ, ഉമ്മാകെ പേടിച്ച് നിൽക്കുകയാണ്. കാര്യം നേരെ അതാ ഷെഫി ഉസ്താദ് അതാ ആങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ അളിയ, ഇത് ഞാനാണ് ഷെഫീഖ്. പിന്നെ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂസ് അവരുടെ ജീവിതത്തിലുണ്ട്. അത് സത്യമായിട്ടും ഞാനത് നേരിൽ കണ്ട ഒരവസ്ഥയായിപ്പോയി എനിക്ക്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ അവളുടെ ഭർത്താവാണ്. ഒരു പാകത്തിന് തന്നെ എല്ലാം പറ്റുള്ളൂ. കണക്കിലേറായി കഴിഞ്ഞാൽ അത് പീഡനം എന്നുള്ള പേര് വരെ വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെങ്ങളോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവന്, ഏതെങ്കിലും ഒന്ന് ഒരു തുടരാൻ. രണ്ടും കൂടി ആകുമ്പോൾ നടക്കില്ല, എനിക്ക് നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ ഡൈവേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവൾ പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. ആങ്ങൾ ശരിക്കും ഞെട്ടി ഉമ്മയോടും ഉപ്പയോടും കാര്യം പറഞ്ഞു. ഉമ്മ, ഷെഫി വിളിച്ചിരുന്നു. എന്താ മോളെ സ്വഭാവം എപ്പോഴും മാറിയിട്ടില്ല സീനത്തിൻ്റെ. അപ്പോൾ തന്നെ ആങ്ങളതാ സീനത്തിനെ വിളിക്കുന്നു. ഹലോ, ഇക്ക, എന്താടി നീ ഇപ്പോഴും പറയിപ്പിക്കാനായിട്ട് കൂടിയിരിക്കണേ? ഞാൻ വിചാരിച്ചതൊക്കെ നിർത്തി കഴിഞ്ഞു പോയി. നീ എന്താടി നിനക്ക്? അത്രയ്ക്കും സ്വാലിഹായ ഒരു ഭർത്താവിൻ്റെ കൂടെ നീ ജീവിക്കണിപ്പോൾ. അതിട്ടെറിഞ്ഞ് മറ്റൊരുത്തൻ്റെ കൂടെ പോവാന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അനുഭവിക്കും മോളെ. വേണ്ടാത്തതിന് നിൽക്കണ്ട. അത് കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പെങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നുള്ളത്. എന്തിനാടി? ഏതെങ്കിലും ഒന്നാണ് തീരുമാനിക്കാൻ പറഞ്ഞത്. എനിക്ക് ഇതിന് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. എന്താ നീ ഇങ്ങനെ? ഇത്രക്കും അധികം സ്ഥാനമാനങ്ങളും ക്യാഷും ഐഫോണും അതും നീ ആഗ്രഹിച്ച മുഴുവൻ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും നീ എന്താ ഇങ്ങനെ? ഇക്കാക്ക, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ആര് പറഞ്ഞു? എനിക്ക് ഷെഫീനാണ് ഇഷ്ടം. എനിക്ക് ഷെഫിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. ആരെങ്ങളോട് ഈ കളവൊക്കെ പറഞ്ഞത്? എൻ്റെ അളി എന്നോട് കളവ് പറയുമോ? ഇക്കാക്ക വെറുതെ പറയാൻ കേട്ടോ. അങ്ങനെയൊന്നുമില്ല, വെറുതെ പറയാണ്. എന്നെ ഇഷ്ടമില്ലായിട്ട് ഒഴിവാക്കാനായിരിക്കുമല്ലേ? സീനത്തെ, നിൻ്റെ അഭിനയൊക്കെ മാറ്റി വെച്ചേക്ക്. അതായത് നിന്നെ എനിക്ക് പണ്ടേ അറിയാം, അതുകൊണ്ട് തന്നെ. അത് പറഞ്ഞിട്ട് ആങ്ങളെ അതാ ഫോൺ കട്ട് ചെയ്തു. അതിനു മുമ്പായിട്ട് പിന്നെ മറ്റവനോടെങ്ങാനും മിണ്ട് പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു തരാം. അത് പറഞ്ഞ ദേഷ്യത്തിനാണ് ഫോൺ കട്ട് ചെയ്തത്. എന്താന്നല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് തീരെ സമാധാനമില്ലാത്ത ഒരു ബന്ധമായിരുന്നു അത്. അല്ലാ, ദുനിയാവിൽ കുറച്ച് കാലം ജീവിക്കുള്ളൂ ഇൻഷാ അല്ലാ. എൻ്റെ നിക്കാഹും കല്യാണവും എൻ്റെ മണിയറയും എൻ്റെ ജീവിതവും ഒക്കെ എനിക്ക് മരിച്ചതിന് ശേഷം മതി. ഇവിടെ എല്ലാവരും എന്നെ ചതിക്കുകയാണ്. ഷെഫി ഉസ്താദ് വളരെയധികം സങ്കടപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചൊന്നും ലഭിച്ചില്ല. എല്ലാവരും എന്നെ വഞ്ചിച്ചു, ചതിച്ചു, മറ്റൊരു ആളുടെ കൂടെ പോയി. ഇപ്പോഴിത് രണ്ടാമത്തെ കേസാണ്. എനിക്ക് എന്തിനാ ഇപ്പോൾ ഒരാൾ ഇഷ്ടമില്ലാത്ത ഇഷ്ടം പിടിച്ചു വാങ്ങുന്നത്? സീനത്തിന് അങ്ങനെ താല്പര്യമാണെങ്കിൽ അവൾക്ക് പോകാം. ഷെഫി ഉസ്താദ് നേരെ റൂമിൻ്റെ വാതിൽ തുറന്ന് അങ്ങോട്ട് കടന്നു. സീനത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സീനത്തെ, എന്തേ ഇക്ക? സീനത്തെ, ഞാൻ നിന്നോട് പറയാണ്, ഒരാളുടെയും സ്നേഹം പിടിച്ച് വാങ്ങാൻ വിചാരിച്ചാൽ അതൊരിക്കലും കിട്ടില്ല. നമുക്ക് കിട്ടൂല അത്. സീനത്തെ, എനിക്ക് നിന്നോട് പറയാണ്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചു, ഒരുപാട്. നീ എൻ്റെ പെണ്ണാണ്, നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിക്കാഹ് കഴിച്ചത്. പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം. അല്പം വൈകിപ്പോയി. അതുകൊണ്ട് സീനത്തെ, ഞാൻ നിന്നോട് പറയാണ്, നിനക്ക് പോകാം അവൻ്റെ കൂടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഒരിക്കലും ഞാൻ നിന്നെ പിടിച്ചു വെക്കുന്നില്ല. ഈ ദുനിയാവത്തെ ജീവിതം കുറച്ച് കാലമല്ലേ, ഞാൻ അങ്ങനെയാണ് ജീവിച്ചോളാം. എനിക്ക് ദുനിയാവിൽ ഒരു പെണ്ണും പിടക്കുകയും ഒന്നും വേണ്ട. എന്തൊക്കെ തന്നെയാണ്, നിങ്ങളുടെ ഇഷ്ടം തീരുമാനിക്കാം. നിനക്ക് പോകണമെങ്കിൽ പോകാം അവൻ്റെ കൂടെ. ഇക്ക, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അതേടി, പോയിക്കോ, അവൻ്റെ കൂടെ ജീവിച്ചോ, നിൻ്റെ ഇഷ്ടം പോലെ. ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. ഷെഫി ഉസ്താദ് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നേരെ പള്ളിയിലേക്ക്. പോയിക്കോട്ടെ, എന്തിനാണ്? ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിച്ചോട്ടെ. എന്തിനാ നമ്മളായിട്ടത് ഇല്ലാതാക്കണേ? ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേണ്ടൊന്നും.
ദുനിയാവിൽ അത്രക്ക് മതി സന്തോഷം. നാളെ ആഹാരം പഠിച്ചോ വെളിച്ചാക്കി തന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. മലക്കുൽ മൗത്തിനെ ദല്ലാളാക്കി മാലിക്കുൽ മുൽക്കിൻ സമ്മാനം, മനസ്സറിഞ്ഞൊരു കയ്യും നീട്ടി സ്വീകരിക്കണം. പ്രിയരെ അന്നാ മംഗളരാവിൻ ബാറക്ക് നേടണം. പ്രിയസിക്ക് നീയൻ മൂന്നാം കെട്ടിന് സമ്മതമൂളേണം. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ പൂശി തന്നിടണം. താൻ മണവാളനായി ഖബറിലേക്ക് പോകുന്ന ആ ഒരു വരികൾ ഷെഫി ഉസ്താദ് ഓർത്തുകൊണ്ടേയിരുന്നു. തനിക്ക് ദുനിയാവിൽ ഒരു മംഗളരാവില്ല, അതിന് പകരമായിട്ട് അല്ലാഹ് നാളെ ആഖിറത്തിലെങ്കിലും എനിക്ക് സുന്ദരമായൊരു ദിനം നീ നൽകണം അല്ലാ. ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് തേങ്ങിക്കരഞ്ഞ് പറഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.